തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി, കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ, ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ, ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി ഇത് ഫോണടിച്ച് വണ്ടി എടുക്കണോ? എന്തിനാ? അവരുടെ തല്ലുകൊണ്ട് ചാവാനാ? ചോരക്കളിക്ക് ഞാനില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി, കാക്കി അണിഞ്ഞൊരു ഞാൻ തൊഴിലാളി അപ്പോഴേ പറഞ്ഞതല്ലേ മുരളി. നടക്കട്ടോ. ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ, ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ, ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ആ കള്ളന്റെ നെറ്റിയിലെ കെട്ട് കണ്ടോ? കണ്ട് മുരളിന്റെ അടി കിട്ടിയിട്ട് പൊട്ടിയതാണെന്ന് വരുത്താനാവും. ഓ, മേക്കപ്പ് ചെയ്ത് എഫക്റ്റ് വരുത്തിയിരിക്കുകയാണ്. രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല. അപ്പൊ കൂടെ രക്തം കെടുക്കട്ടെ എന്ന് കരുതി. ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു. ശരിയാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഇതെന്ത് പറ്റി പ്രഭാര? മുന്നറിയിപ്പില്ല, പെട്ടെന്നൊരു സമരം. ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് ഒന്ന് കൊടുത്തു. ഞങ്ങളുടെ ഒരു മെമ്പർ അയാൾ തല്ലി സാറേ. തിരിച്ചടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ. ഗൾഫ് മോട്ടോഴ്സ് ഇതാ ദുബായിക്കാരൻ്റെ അല്ലേ? അതെ, അവൻ മഹാപ്പെഴയാ സാറേ. എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നോ? വേണമായിരുന്നു. എവിടെ? ഓണർ സ്ഥലത്തില്ലേ? അവൻ തന്നെ. ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ. ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണല്ലോ. ഓക്കെ അടവാ സാറേ. എന്താ ഇതൊക്കെ? സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ? കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം. ഓഹോ, ആള് വലിയ വാശിയിലാണല്ലോ. ആണെങ്കില് അയ്യോ, എന്നോട് ചൂടാകണ്ട. ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ. ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല, ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ, സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല. ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു. യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ ധിക്കാരിയാണ്. ഇയാൾ ഇട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ്. അത് ഞങ്ങൾ കണ്ടതാണ്. ഹാട്ടിൻ തോലിട്ട ചെന്നായാണ് ഇയാൾ. അല്പ സംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ ഇദ്ദേഹം തല്ലിയതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ? ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു. സർ, ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാ ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. രൂപ കെട്ടത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം. ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം. എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഇയാൾ ധിക്കാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാർ നടന്നോട്ടെന്നോ? ഒരു ഓഫീസറായിട്ടല്ല, ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങളൊരു കോംപ്രമൈസിലെത്തണം. ഞങ്ങൾ ഒരുക്കമാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട് അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല. അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ വരാം. കാണാം. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത്. അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിഡ്ഢിയായി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ? അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം.
ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാ ഞാൻ. പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെയും സഹായം കിട്ടില്ല, വേണ്ട. പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ? സർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേല ഇരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ നേരിടും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! നിർത്താൻ. സമരം സമാധാനപരമാണ് സർ. കോർട്ട് ഓർഡർ ഉണ്ട്, ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ അത് ശരി. മാറാൻ പറയുന്നോ മാറ്റണോ? ഇഷ്ടംപോലെ ചെയ്താൽ മതി. പിടിച്ച് മാറണം. തൊഴിലാളികളെ തല്ലിയാലുണ്ടല്ലോ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക! പോലീസ് നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ കോടതിയും പോലീസും ഉണ്ട്, മനസ്സിലായോ? ഓക്കെ, സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടോ, സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. ആ, തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. RC ബുക്ക് എടുക്കൂ. RC ബുക്കല്ല, തനിക്ക് മണ്ണാൻ കെട്ടാനോ? മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാളുടെ ഇഷ്ടംപോലെ സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കാൻ മാറിക്കാനാ പറഞ്ഞ വണ്ടി എടുക്കണോ? ബിംബമെടുത്തനിക്കൊരു ചാണയായുരയ്ക്കണം. ഇന്ദ്രനെ പിടിച്ചണ്ട തുണിമേകത്തിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ബസ് ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന്. ആര് പറഞ്ഞ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ ഇരുന്നാടാ ശബ്ദം? ഇവിടെ ഇവിടെ ഇയാള് ആരാണല്ലോ? ബഹളം വെക്കാതെ ഒന്ന് പോയേ. ബസ് ഇവിടെ എടുത്ത് മാറ്റടാ. മാറ്റടാ ബസ്. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്റെ മേത്ത് കയറിയാൻ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസ മാറ്റി ഞാൻ കുതിരയാവോ? ഒറ്റ വീക്ക് വെച്ചാ കുതിരയാവോ? പോയേ. പാടാ പോണോ? എന്തായി? എന്തായി? എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ എനിക്കൊന്ന് ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടിടണം. പുഴയില്ല, അയാളെ വീട്ടിൽ നിന്ന്. എന്നാ താനൊന്ന് പിടിച്ചോണ്ടാക്കണോ? ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള്. എണീക്കണോ? ഹംസേ ഒന്ന് പിടിക്കണോ? ഏയ്, നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ? ആ, അഞ്ചാറാക്ക് പിടിക്കാനുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ? അതെ, അയ്യോ ഒന്നും ഉണ്ടായില്ല. വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചാ മതിയായിരുന്നല്ലോ. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങ് എടുത്തോണ്ട് വന്നതാ. സഹിക്കാവുന്നതിലും കൂടുതലായി. അച്ഛൻ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനാ. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ഒന്ന് പിടിച്ചകത്ത് കിടന്ന്. അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, ഞാൻ കിടത്താം. തലയിടിക്കല്ലേ. ഞാൻ ഇറങ്ങട്ടെ?
ബുദ്ധിമുട്ടായിന്നറിയാം. ഏയ് ക്ഷമിക്കാൻ പറയാനേ പറ്റൂ. ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. അതൊന്നും സാരമില്ല. ചിലരുടെ സ്വഭാവമാണല്ലോ. നാളെ ആവട്ടെ, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കാം. എന്തുപദേശിച്ചിട്ടും കാര്യമില്ല. ദിവസമുള്ള പതിവാണിത്. രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും. രാവിലെ അതോർത്ത് കരയും. അതൊക്കെ എന്നും എനിക്ക് വാക്ക് തരും, ഇനി കുടിക്കില്ലെന്ന്. പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല. പാലിക്കാൻ പറ്റാറില്ല. എന്താ അത്? അല്ല, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല. അച്ഛന്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എന്നെ പഠിപ്പിച്ചു. അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി. എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു. എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ അച്ഛൻ ഒരുങ്ങിയതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം കേട്ടത്. ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീടേ അറിഞ്ഞുള്ളൂ. മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു. ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ്. കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും. അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്. നീ വലിയ മുതലാളിയാണല്ലേ? അടിച്ചു പൊളിക്കുന്ന മുരളി,
സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ അങ്ങനെ? കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ. ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ? ശരിയാ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താനാവില്ല. ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കി പോരും. അറിയാത്തവരോ ബിസിനസ്സിൽ ചെഞ്ചാടും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ബിസിനസിന്റെ വിവരവും വിവരക്കൊടൊന്നും ആരും ഇവിടെ പറയുകയും വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നത് കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ് നിങ്ങളുടെയൊക്കെ വിവരം. സർ, ഞാനൊരു തുക്കട ബസിന്റെ തുക്കട മുതലാളി, പോരാത്തതിന് കാക്കിയിട്ടൊരു കണ്ടക്ടറും. എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. മറ്റു മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടില്ല. 3-4 ആൾക്ക് പണി കിട്ടുന്നൊരു ചെറിയ ഏർപ്പാട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ. ഉത്സവകാലത്തെ കളക്ഷനുമായ മുങ്ങി എന്നുള്ള കാര്യം 100% സത്യമാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. കട്ടവൻ സാറിനോട് ഒന്ന് പറഞ്ഞോ? അവൻ കട്ടെന്ന് വാചക കസർത്തൊന്നും വേണ്ട, ഒക്കെ എനിക്കറിയാം. എടോ, താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നത്. ബസ് തല്ലി പൊളിച്ചുകൊണ്ട് താൻ എന്ത് നേടി? 3-4 തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു. ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. സാറേ, ഒരു ഇടനിലക്കാരന്റെ ഭാഷയിലല്ല സാർ ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ബസ് തല്ലി പൊളിച്ചെന്നോ? സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ആ ബസ് തല്ലി പൊളിച്ചത്. അതെ, ഞാൻ തന്നെ ബസ് തല്ലി പൊളിച്ചത്. ആ സമയത്ത് താൻ എന്തിനാ ഇവിടെ വന്നു? എന്നെ തടയാനോ? എടോ, തന്റെ കരണത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ? ആ പാടല്ലേടോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്? ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ, ഇല്ല സാർ, പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്കൊരു ബസ് ഓടിക്കാൻ അറിയോ? താൻ ഒരു ദിവസങ്ങളിൽ ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴുകാൻ അറിയണോ? ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. എന്താ പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ എറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി. എന്താ ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ച അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേരത്തരോ, കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട്. ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ചു എല്ലാവരും തൃപ്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ്വാ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വാ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തന് സാധ്യമല്ല. 2 ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാരാ തനിക്കെല്ലാം ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഈ ബസ് നിന്റെ തറവാട്ട് സ്വത്താ തല്ലിപ്പൊളിക്കാൻ? അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞത്? സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത്? ഇവരെ നന്നാക്കാനോ? എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ. ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും ഇവർ ജയിക്കട്ടെ.